അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരുടെ ഈമാൻ പിടിച്ചു വയ്ക്കുള്ള വലിയ ഒരു ആയുധമായിട്ടിക്കട് ഞങ്ങളെ തഖ്വ. അള്ളാഹുമായിട്ടുള്ള സ്മരണീയ പേരുകൾ, നാമങ്ങൾ. അങ്ങനൊക്കെ ഒരു പേര് ഉദ്ധരിക്കുന്ന ഒരാള് പിന്നെ അവന് സലഫിയാവുക സാധ്യയില്ല, പിന്നെ അവൻ നൂതനവാദിയാവില്ല. പിന്നെ അവന് നബിമാരെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ പുച്ഛമായിട്ട് അഥവാ ഒന്നുമല്ലാത്ത രീതിയിൽ അവനുക്ക് പിന്നെ വർത്തന ഉണ്ടാക്കാൻ സാധ്യയില്ല. ഉദാഹരണമൊക്കെ ചൊല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തപ്പാക്കിയ മനുഷ്യനാണ് ചൊന്നിട്ട് സലഫീസം പേപ്പറിൽ കൂടി അങ്ങനെ അൽമനാർ ഇത്ര പേപ്പറിൽ എഴുതി വെച്ചിടാറ്. അതേ സമയത്തിൽ നൂഹ് നബിയും തപ്പാക്കിയിട്ട് എഴുതി വെച്ചാറ്, മൂസാ നബിയും തപ്പാക്കിയിട്ട് എഴുതി വെച്ചാറ്. എത്രമായ ക്രൂരമായ ചിന്തയായിട്ട് സലഫീസം ചൊല്ലത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കവും തപ്പ് ചെയ്തോ തിന്ത് നിരന്തരമായിട്ട് അതുകൊണ്ടായിട്ട് ഒരു നാളുക 70 വട്ട അഥവാ 100 വട്ട ഇസ്തിഗ്ഫാർ ചൊന്നിട്ട് അങ്ങ് എഴുതി വെച്ചാറ്. ನಾನು ചൊല്ലോ പ്രവർത്തകരെ, ನನ್ನ ശബ്ദ കേക്കടെ ഉമ്മമാർ, സഹോദരികൾ എല്ലാരും മനസ്സിലാക്കുള്ളതാ, ഞങ്ങളെ ഈമാനായിട്ടിക്കട് എല്ലാത്ത പ്രേരണ, ഞങ്ങളെ ഈമാൻ നശിച്ചിട്ട് എന്നതിന് അടയാളായിട്ടിക്കട് അങ്ങനെ വർത്തന. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഈമാൻ കൂട്ടുള്ള ഒരു ആയുധം, ഒരു കത്തി കൂട്ടും മാതിരി എപ്പോഴും ഞങ്ങൾ ചാൽത്തിയിൽ ഉണ്ടാക്കണം. യാ ഹാദി യാ അല്ലാ, യാ ഹാദി യാ അല്ലാ. കാരണം ഹിദായത്ത് തണ്ടവൻ അല്ലാഹു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പല ആയത്തുകൾ ചൊന്ന മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫൗലായിക ഹുമുൽ ഖാസിറൂൻ. ഒരായത്ത് ചെന്ന എന്നിട്ട് ചെന്ന ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. സൂറത്തുൽ ഖസസ് ആയിട്ടിക്കട് ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. അൽ ബഖറ സൂറത്തായിട്ടിക്കട്. അപ്പൊ ഫസ്റ്റ് ചെന്നത് സൂറത്തുൽ അഅറാഫ് ആയിട്ടിക്കട്. പിന്നെ ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അൽ ബഖറ 120. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം വയഹ്ദി ഇലാ മൻ യശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. സൂറത്ത് യൂനുസ് ആയിട്ടിക്കട്. അപ്പൊ ഈ ഹിദായത്തിനെ കുറിച്ചിട്ട് അല്ലാഹു പല ആയത്തുകളിൽ വിശേഷമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന ആ ഹിദായത്ത് നിലനിർന്ന് കിട്ടുക വേണ്ടിട്ട് ഹിദായത്തുൽ ഖുലൂബി ലിഹാമിലിഹി വദാകിരിഹി. ഖൽബില് എപ്പം പടച്ചവന്റെ സ്മരണീയമായ പേരുണ്ടാവണം. ആ ഹിദായത്ത് റബ്ബ് തണ്ട നിങ്ങൾ ചൊല്ലറു യാ ഹാദി യാ അല്ലാ, യാ ഹാദി യാ അല്ലാ. ഇങ്ങനെ ചൊന്നോണ്ടിക്കൊരു പടച്ചോണ് നമുക്ക് ഹിദായത്ത് തരട്ട് വലിയ രീതിയിലുള്ള ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും അല്ലാഹു ഹിദായത്ത് നിലനിർത്തി തരട്ട് ചെന്നിട്ട് ഞാൻ എപ്പോഴും ദ്വാർന്നോട്ടുള്ള സലഫീസം ആശയത്തിൽ പെട്ടുപോയ എന്റെ പ്രവർത്തകർ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ, ഇത്രയും നബിമാരെ, അമ്പിയാക്കളെ നിസാരപ്പെടുത്തിട്ട് അങ്ങനെ ഒന്നുമല്ലാത്ത രീതിയിൽ ചിത്രീകരിച്ചിട്ട് ഞങ്ങൾക്ക് ഏത് സ്വർഗത്തിലും പോകും സാധ്യയില്ല ചൊല്ലെ ഓർമ്മപ്പെടുത്തൽ നാം ഓർമ്മപ്പെടുത്തിയുള്ള. അതുകൊണ്ട് ജാഗ്രതയാക്കറു, ഈമാൻ സൂക്ഷിച്ചോളറോ. സ്വർഗത്തുക്ക് അങ്ങനെ കൂടെ ഞങ്ങൾക്കും കടന്നിട്ട് പോവാ. അല്ലാഹു തൗഫീഖ് തരട്ടെ.